കഴിഞ്ഞ വർഷം BKC മുംബൈയിൽ നടന്ന iPhone 17 സീരീസിന്റെ ഫസ്റ്റ് സെയിൽ ഡേറ്റിന്റെ ദിവസം നടന്ന ഇടിയും തൊഴിയും വഴക്കൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ ലൊക്കേഷനിൽ ഞാൻ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ iPhone 17 സീരീസിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് ബ്രീഫിംഗ് ഫസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി. പിറ്റേ ദിവസം കൊച്ചിയിലേക്ക് തിരിച്ചു വന്ന് ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ എക്സിൽ ഞാൻ ഈ സംഭവം കാണുന്നത്. കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. കാരണം അതേ ലൊക്കേഷനിലാണ് ഞാൻ ഇന്നലെ തലേ ദിവസം ഇങ്ങനെ നടന്നു പോയത്. അവിടെയാണ് ഈ ഫൈറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ആളുകൾ രാവിലെ 2 മണി 1 മണി തൊട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഐഫോൺ ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ബാച്ച് iPhone 17 സീരീസ് വാങ്ങാൻ വേണ്ടി. ഒരു രക്ഷയില്ലാത്ത ക്രേസാണ് ഫോർ ഐഫോൺസ്. അതായത് 2026 വേറെ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ബ്രാൻഡിന് ഇത്തരത്തിൽ ആളുകളെ പുള്ള് ചെയ്യാനുള്ള പവർ ഉണ്ടോ? ക്രൗഡ് പുള്ളിങ് പവർ വേറെ ഏത് സ്മാർട്ട് ഫോൺ ബ്രാൻഡിനാണുള്ളത്? പിന്നെ ഈ പറയുന്ന ക്രൗഡ് ഇങ്ങനെ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ബിരിയാണി വാങ്ങിച്ചു തരാം വാ എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള ക്രൗഡല്ല. ദിസ് ഈസ് പ്രോപ്പർ ഓർഗാനിക് ക്രൗഡ്. വേണമെങ്കിൽ ഓർഗാനിക് മാഡ്നസ് അല്ലെങ്കിൽ ഓർഗാനിക് പ്രാന്ത് എന്നൊക്കെ പറയാൻ പറ്റും. സോ എന്തുകൊണ്ടാണ് ഈ ക്രേസ് ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് ആപ്പിൾ ഈസ് വിന്നിങ് ഇൻ ഇന്ത്യ? അതിനോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് കമ്പനികൾ ചെയ്യുന്ന ഏതൊക്കെ തെറ്റുകൾ കാരണമാണ് ആപ്പിളിന് ഈ പരിപാടി കുറച്ചുകൂടി ഈസിലി ചെയ്യാൻ പറ്റുന്നത് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നിങ്ങൾക്കറിയാമോ, ഏകദേശം 2.5 വർഷം മുമ്പ് ഇന്ത്യയിൽ ഒരൊറ്റ ഒഫീഷ്യൽ ആപ്പിൾ ഷോറൂം ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴോ 5 സ്റ്റോർസ് ഉണ്ട്. അതിലും ഷോക്കിംഗ് എന്താണെന്നറിയാം, ഈ 5 എണ്ണത്തിൽ 3 എണ്ണം കഴിഞ്ഞ 4 മാസത്തിനുള്ളിലാണ് വന്നത്. 5ാമത്തെ ഷോറൂം, അതായത് നോയിഡയിലുള്ള ഷോറൂം, ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ആപ്പിൾ സ്റ്റാർട്ട് ചെയ്തത്. ആപ്പിളിന്റെ സ്റ്റോർ വരുന്നു അല്ലെങ്കിൽ ആപ്പിളിന്റെ ഷോപ്പ് ഓപ്പൺ ആവുന്നു എന്ന് പറയുന്നത് ജംഗ്ഷനിൽ പുതിയ മൊബൈൽ കട വന്നു അങ്ങനെയല്ല. അതൊരു വലിയ ഈവന്റ് ആണ്. നമ്മുടെ BKC ഓർമ്മ ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് ഷോറൂം, ഈ ഫൈറ്റ് നടന്ന ഷോറൂം, അതിന്റെ ലോഞ്ച് ഇവന്റ് എന്തായിരുന്നു? ടിം കുക്ക് വരുന്നു, കുറേ ആൾക്കാർ ഇങ്ങനെ കൂടുന്നു, ഒരുപാട് ഫാൻസ് ഇങ്ങനെ വരും. അതായത് ഓർഗാനിക് സംഭവമാണ്. ഫാൻസ് ഇങ്ങനെ വരുന്നു, എല്ലാവരും കൈകൊട്ടുന്നു സാധനങ്ങൾക്ക്. നമ്മൾ കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഇതെന്താ ക്രിഞ്ച്, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് തോന്നും. പക്ഷെ അവരുടെ ആ ഇതും ഒരു ഈക്കോസിസ്റ്റമാണ്, ആപ്പിളിൻ്റെ ഈക്കോസിസ്റ്റം. സോ അവരുടെ ഈക്കോസിസ്റ്റത്തിൽ അവർ വരുന്ന ഫാൻസിനെ, വരുന്ന കസ്റ്റമറിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണ്, അവരെ ഇങ്ങനെ ഹൈപ്പ് ചെയ്യാണ്. അത് അവരുടെ രീതിയാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആപ്പിൾ ഇനി അങ്ങോട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു സെക്കൻഡറി മാർക്കറ്റായിട്ട് കാണാതെ ഒരു പ്രൈമറി അല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ മാർക്കറ്റായിട്ട് കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വലിയ പ്രൂഫ് എന്താണെന്നറിയാം, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പോപ്പുലർ ഫോൺ, ജനപ്രിയ ഫോൺ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്ത ഫോൺ ഏതാണെന്ന് പറയാൻ പറ്റും? അതായിരുന്നു iPhone 16. ഈ iPhone 16ന്റെ എത്ര യൂണിറ്റ്സ് ആപ്പിൾ ഇന്ത്യയിൽ സെൽ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? 5 ലക്ഷം, 10, 20, ഒരു 30, 65 ലക്ഷം iPhone 16 യൂണിറ്റ്സ് ആണ് ആപ്പിൾ ഇന്ത്യയിൽ സെൽ ചെയ്തത്. iPhone 16 എന്ന് പറയുമ്പോൾ പ്രീമിയം കാറ്റഗറി, ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിലുള്ള ഫോണാണ്, അല്ലാതെ ഈ 20,000 25,000 റുപ്പീസിൽ കിട്ടുന്ന ഫോണല്ല. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ആപ്പിൾ ഒരു ഐഫോൺ ലോഞ്ച് ചെയ്തു, ആളുകൾ വാങ്ങിയില്ല, അങ്ങനെ കൂടുതൽ പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും ആപ്പിൾ ഇന്ത്യയിൽ ചെയ്യുന്നില്ലായിരുന്നു. ആളുകൾ വാങ്ങുന്നുണ്ടായിരുന്നു. കൂടുതലും അടുത്ത വർഷം വരുന്ന ഈ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേ സെയിൽ, ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, അങ്ങനെയുള്ള പരിപാടികളാണ് കൂടുതൽ ആളുകൾ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഐ തിങ്ക് കഴിഞ്ഞ വർഷം ത്രൂ ഔട്ട് ദ ഇയർ തീർച്ചയായിട്ടും iPhone 16 ഒരുപാട് വിറ്റുപോയിരുന്നു കഴിഞ്ഞ സെയിലിലും. പക്ഷേ ഐ തിങ്ക് ത്രൂ ഔട്ട് ദ ഇയർ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മളെല്ലാവരും, ഇന്ത്യൻസ്. ആപ്പിൾ ഇന്ത്യയെ സീരിയസ്ലി എടുക്കുന്നു. അതിൻ്റെ സെക്കൻഡ് പ്രൂഫാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ. കോവിഡിന് ശേഷം ആപ്പിൾ അവരുടെ ഒരുപാട് ഫോക്സ്കോൺ പ്ലാന്റുകൾ, അതായത് ആപ്പിൾ ഐഫോൺസ് ഉണ്ടാക്കുന്ന ഫോക്സ്കോൺ പ്ലാന്റിലാണ്, അവരുടെ കുറേ പ്ലാന്റുകൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. സോ ആദ്യം ബേസ് മോഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് iPhone 15 ഉണ്ടാക്കുന്നു, 16 ഉണ്ടാക്കുന്നു. പിന്നെ പതുക്കെ ഇപ്പം പ്രോ മാക്സ് സർവത്ര ഐഫോൺസ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഫോണുകൾ, അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഫോണുകൾ ഗ്ലോബലി ആപ്പിൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം 50 ബില്യൺ വർത്തുള്ള ഐഫോൺസ് ആണ് ആപ്പിൾ കഴിഞ്ഞ വർഷം മാത്രം എക്സ്പോർട്ട് ചെയ്തത്. സോ ഇന്ത്യയെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നല്ല ആപ്പിൾ ആലോചിക്കുന്നത്. ആപ്പിൾ കംപ്ലീറ്റ് ഫുൾ കമ്മിറ്റ്മെൻ്റ് ആണ് ഇപ്പം. പിന്നെ കഴിഞ്ഞ വർഷം ആപ്പിൾ കൊണ്ടുവന്ന ഒരു ബാങ്കർ ആയിരുന്നു, അതാണല്ലോ ഇപ്പം ന്യൂജൻ ബാങ്കർ. അതായത് ഒരു 1.5 ഐറ്റം ആയിരുന്നു ഈ ആപ്പിളിൻ്റെ iPhone 17. ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മിസൈലും പിന്നെ ലോഞ്ചറൊന്നും ഫിറ്റ് ചെയ്ത് തന്നിട്ടില്ല എൻ്റെ അകത്ത്. പക്ഷേ നമ്മൾ ആപ്പിളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അപ്ഗ്രേഡ് ഉണ്ടല്ലോ, അതിനെ മറികടന്ന് അപ്ഗ്രേഡുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 60 ഹെർട്സ്, യെസ്, ഒരുപാട് പേര് അത് ബാധിക്കുന്നില്ല. പക്ഷേ
എന്നാലും ഒരു വലിയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു 60 ഹേർട്സ്. ഇത്തവണ 120 ഹേർട്സ് കൊണ്ടുവന്നു. ഞാൻ ഫ്രാങ്ക്ലി വിചാരിച്ചത് 90 ഹേർട്സ് ആയിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ 120 ഹേർട്സ് വന്നാലും LTPS പാനലായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നല്ല. അതായത് കഴിഞ്ഞ വർഷം വന്ന ഈ iPhone 17 Pro Maxും പ്രോയിലുള്ള എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് ആപ്പിൾ ഈ iPhone 17 ഇട്ട് തന്നത്. പിന്നെ 128 GB റാമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എല്ലാം ഇപ്പം 256 GB ആണ് സ്റ്റാർട്ട് ആവുന്നത്. അൾട്രാവൈഡ് ക്യാമറ അപ്ഗ്രേഡ് ചെയ്ത് 48 മെഗാ പിക്സൽ ആക്കി, ബാറ്ററി സൈസ് കൂട്ടി, പിന്നെ സെൽഫി ക്യാമറ, സ്ക്വയർ സെൻസറുള്ള സെൽഫി ക്യാമറ. ദാറ്റ് ഈസ് നോട്ട് ടിപ്പിക്കൽ ആപ്പിൾ. ആപ്പിൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഡൈനാമിക് ഐലൻഡ് ആണെങ്കിലും സൈഡിലുള്ള ബട്ടണൊക്കെ ആണെങ്കിലും ഫസ്റ്റ് പ്രോയിലും പ്രോ മാക്സിലും കൊണ്ടിറക്കും. എന്നിട്ട് ആലോചിക്കും, ഒരു വർഷമായാലോ നോൺ പ്രോയിലും കൊടുത്തേക്ക്. പക്ഷേ ഇതിൻ്റെ കേസിൽ അങ്ങനെയല്ല ചെയ്തത്. അങ്ങനെ വേണമെങ്കിൽ ആപ്പിളിന് ചെയ്യായിരുന്നു, പക്ഷെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അതേ സെൽഫി ക്യാമറ 4 ഫോൺസിലും ഉണ്ട്. പിന്നെ ആക്ച്വലി US എക്സാക്ട്ലി കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷം iPhone 16 വന്ന അതേ പ്രൈസിലാണ് ഇറക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ചെറുതായിട്ട് ആപ്പിൾ പ്രൈസ് കൂട്ടിയിരുന്നു. പിന്നെ ആക്ച്വലി ലോഞ്ച് സമയത്തൊക്കെ ഇത് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. എനിക്ക് പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോ വൈകിയത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു iPhone 17 കിട്ടാൻ. ഒരുപാട് പേര് വാങ്ങിച്ചു കൂട്ടിയത്. ഒരു കാര്യം ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഈ വീഡിയോ ആൻഡ്രോയിഡ് വേഴ്സസ് ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിളിനെ പുകഴ്ത്തുന്ന ഒരു വീഡിയോ അല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇതിൻ്റെ കവർ മാറ്റാം. പണ്ട് തൊട്ട് ആൻഡ്രോയിഡ് യൂസറാണ്, ഇനി അങ്ങോട്ടും ആൻഡ്രോയിഡ് യൂസർ തന്നെയായിരിക്കും. പക്ഷേ കൂടെ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ 17 Pro Max. പക്ഷേ ഒരു ആൻഡ്രോയിഡ് ഫോൺ എന്തായാലും എൻ്റെ പോക്കറ്റിൽ ഉണ്ടാവും. അറിഞ്ഞുകൊണ്ടാണോ അതോ ഗതികേട് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ആൻഡ്രോയിഡ് കമ്പനികൾ തന്നെ ആപ്പിളിൻ്റെ സക്സസിൽ ആപ്പിളിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റം, സ്മാർട്ട് ഫോൺ പ്രൈസിൻ്റെ ഓക്കെ, മെമ്മറി ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ അത് ജനങ്ങളെ ഡയറക്റ്റ്ലി ബാധിക്കുന്നുണ്ട്. അതായത് ഐക്യു, റിയൽമി, OnePlus പോലുള്ള കമ്പനികളെ ആളുകൾ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അവരുടെ വാല്യൂ ഫോർ മണി സംഭവം. അതായത് ഐഫോൺ തരുന്ന പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ കുറേ സംഭവങ്ങൾ തരുന്നുണ്ട്. പക്ഷേ ഈ 3 ബ്രാൻഡുകളുടെ ലാസ്റ്റ് ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ 3ഉം 73,000 രൂപയ്ക്കാണ് ഇറക്കിയിരിക്കുന്നത്. ഈ കാണുന്ന iPhone 17 ഇതിപ്പം 80 രൂപയ്ക്ക്, 82 രൂപയ്ക്ക്, 80-ന് താഴെ കിട്ടും, ഓഫറൊക്കെ ചേർത്ത് ഈസിലി കിട്ടും. ബഡ്ജറ്റ്, മിഡ് റേഞ്ച്, ഈവൻ പ്രീമിയം മിഡ് റേഞ്ച് സെഗ്മെന്റ്, അതായത് 30,000-35,000 വരെ നമ്മൾ ബ്രാൻഡ് അങ്ങനെ ഒരുപാട് നോക്കാറില്ല. നമുക്ക് വേണ്ട സാധനം കിട്ടണം. അതായത് നല്ല ക്യാമറ വേണം, അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് വേണം. ചിലർ ബ്രാൻഡ് നോക്കാറുണ്ട്, പക്ഷേ ബ്രാൻഡിന്റെ ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ, അത് കുറവായിരിക്കും. പക്ഷേ പ്രൈസ് റേഞ്ച് 60, 70, 80 ഒക്കെ കടക്കുമ്പോൾ അതിൽ ബ്രാൻഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൂടും. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ആപ്പിൾ എന്ന ബ്രാൻഡ് സ്കോർ ചെയ്യുന്നത്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് വാല്യൂ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ് ആപ്പിൾ. സോ ഈ പ്രീമിയം സെഗ്മെന്റിൽ വരുമ്പോഴേക്കും ഒരു OnePlusോ ഒരു ഐക്യു അല്ലെങ്കിൽ റിയൽമി ആപ്പിളിനെതിരെ ഇങ്ങനെ മുട്ടി നിൽക്കാൻ നോക്കിയാൽ ആപ്പിൾ ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ വന്ന് പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കയ്യിലെടുക്കുമ്പോൾ കറക്റ്റ് ഐഫോൺ പിടിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം ഞാൻ ഐഫോൺ യൂസേഴ്സിന് കൊടുക്കാറുണ്ട് ആൻഡ്രോയിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവർ നോക്കിയിട്ട് എടാ ഇത് ഐഫോൺ അല്ലേ? ആ ഒരു ഐഫോണിന്റെ ഫ്ലാറ്റ് ഫ്രെയിം, ബോക്സി ഡിസൈൻ, കർവ്ഡ് കോർണേഴ്സുമായാണ് വരുന്നത്. പണ്ടൊക്കെ സാംസങ്ങിന്റെ അൾട്ര എങ്കിലും മാറി നിൽക്കുമായിരുന്നു. ആ ഒരു കൂർത്തിരിക്കുന്ന കോർണേഴ്സും ഒരു TV പോലെ ഇരിക്കുന്ന ഒരു ഡിസൈൻ അടിപൊളിയായിരുന്നു. പക്ഷേ സാംസങ് അതും മാറ്റി. അതായത് ആൻഡ്രോയിഡ് ഫോണുകളുടെ ഐഫോൺ വൽക്കരണം, അല്ലെങ്കിൽ ഐഫോണിഫിക്കേഷൻ ഓഫ് ആൻഡ്രോയിഡ് ഫോൺസ്. ആൻഡ്രോയിഡ് കമ്പനികൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ലോങ് ടൈം ഐഫോൺ യൂസർ, അതായത് കുറേ വർഷങ്ങളായിട്ട് ഐഫോൺ തന്നെ ഉപയോഗിക്കുന്ന ഒരാൾ ആൻഡ്രോയിഡ് ഫോൺ കയ്യിലെടുക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നരുത്. കറക്റ്റ് ഐഫോൺ പിടിച്ചിരിക്കുന്ന പോലെ തന്നെ തോന്നണം, പക്ഷേ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും. ആളുകളുടെ മനസ്സിൽ സെറ്റായി ഐഫോണിന്റെ ഡിസൈൻ ആണ് പ്രീമിയം, അതായത് ഐഫോൺ ആണ് പ്രീമിയം. സോ ഐഫോണിന്റെ സെയിം ഡിസൈൻ വരുമ്പോൾ ആ ഒരു പ്രീമിയം ഫീല് കിട്ടും. പക്ഷേ 70,000, 80,000, 90,000 റുപ്പീസിൽ ഐഫോൺ പോലെ ഇരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ആളുകൾ പ്രിഫർ ചെയ്യാൻ പോകുന്നത്, നേരെ ഐഫോൺ ആണോ? ഇത് ആൻഡ്രോയിഡ് കമ്പനികൾ ആലോചിക്കണം. ഇപ്പോൾ ഇത് വന്ന് സോഫ്റ്റ്വെയറിലും കയറിയിരിക്കുകയാണ്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ColorOS ആണെങ്കിലും, OxygenOS ആണെങ്കിലും, റിയൽമി UI ആണെങ്കിലും നല്ല അത്യാവശ്യം ചായ കാച്ചിലുണ്ട് iOSന്റെ അല്ലേ. ആപ്പിൾ ഡൈനാമിക് ഐലൻഡ് കൊണ്ടുവന്നത് അവരുടെ വൃത്തികെട്ട വലിയ പിൽ കട്ടൗട്ട് ഉണ്ടല്ലോ, നോച്ച്, അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വെറുതെ ഒരു നോച്ച് അല്ല, അവിടെ ഒരു സംഭവം കൂടെ തരാം എന്ന് പറഞ്ഞിട്ട് തന്നൊരു സംഭവമാണ് ഡൈനാമിക് ഐലൻഡ്. ഇതേ ഡൈനാമിക് ഐലൻഡ് ആൻഡ്രോയിഡ് കമ്പനികൾ അവരുടെ പഞ്ച് ഹോൾ കട്ടൗട്ടുള്ള ഫോണിൽ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ തന്നെ ആക്ഷൻ കീ ഐഫോണിലല്ല അത് ഫസ്റ്റ് വന്നത്, ആൻഡ്രോയിഡ് ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐഫോൺ അത് പോപ്പുലർ ആക്കി, ആപ്പിൾ അത് പോപ്പുലർ ആക്കി. എന്നിട്ട് ഇപ്പം നമ്മുടെ OnePlusലെ ഫോണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉള്ളിലുള്ള സോഫ്റ്റ്വെയറും എക്സാക്ട്ലി ആപ്പിളിന്റെ ആ ഒരു ആക്ഷൻ ബട്ടൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനിടയിൽ നടന്നൊരു വിറ്റ് എന്താണെന്നറിയാം? സോ ആ ഒരു സംഭവം വന്നിരുന്നല്ലോ, ഈ ക്യാമറ കൺട്രോളും. സോ ഇത് വന്നപ്പോൾ ഒരുപാട് പേര് ഇതിനെ തള്ളി പറഞ്ഞു. അതായത് ഇത് എന്തിനാണ്, വെറുതെ യൂസ്ലെസ് ആണ്. ഇത് ആക്ച്വലി യൂസ്ലെസ് തന്നെയാണ്, ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഓപ്പോ എന്ത് ചെയ്തു, അവരുടെ Find X സീരീസിൽ ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്തു. പക്ഷെ അവർ നോക്കുമ്പോൾ എല്ലാവരും ഈ സംഭവം തള്ളി പറയാണ്. അതുകൊണ്ട് ഓപ്പോ അത് പബ്ലിസൈസ് പോലും ചെയ്തില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നല്ല കാര്യങ്ങൾ കോപ്പി ചെയ്യട്ടെ, അത് പ്രശ്നമൊന്നുമില്ല, നമുക്കല്ലേ നല്ലത്, നമുക്കും പുതിയ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആസ് എ ബ്രാൻഡ് ഇമേജിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ആളുകൾ എന്താ ആലോചിക്കുന്നത്, ആൻഡ്രോയിഡ് കമ്പനികൾ മൊത്തം എടുക്കുകയാണ് ആപ്പിളിൽ നിന്ന്. എന്നാൽ ആപ്പിളിന്റെ ഐഫോൺ അങ്ങ് വാങ്ങിച്ചാൽ പോരെ.
ആ ഒരു മൈൻഡ് സെറ്റും ആളുകളുടെ മനസ്സിൽ വരും ബിക്കോസ് ഓഫ് ദിസ് ഐഫോണിഫിക്കേഷൻ. പിന്നെ ഒരു ടെക് വീഡിയോ AI കുറിച്ച് സംസാരിക്കാതെ അവസാനിപ്പിക്കാൻ പറ്റൂലല്ലോ. AI വന്നപ്പോൾ എല്ലാവരും AI. സാംസങ് ഇപ്പോൾ അവരുടെ അൾട്രാ ഫോൺസിൻ്റെ S സീരീസ് ഫോണിനെ AI ഫോൺ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ പിക്സൽ ഇതിൽ AI ഉള്ളൂ, വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. ഓക്കെ, എന്നാൽ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം നേരിട്ട കമ്പനി ഏതാണ്? ആപ്പിളാണ്. ഞാൻ ഉൾപ്പെടെ പലരും, നിങ്ങളും ഒരുപാട് പേര് ക്രിറ്റിസൈസ് ഉണ്ട്. ആപ്പിൾ എവിടെ, AI എവിടെ, സാംസങ് ഒക്കെ അവിടെ നിൽക്കുന്നു, പിക്സൽ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നു, നിങ്ങൾ എത്തുന്നു പോലില്ല, നിങ്ങളുടെ സീരി ഒന്നും കൊള്ളത്തില്ല. പക്ഷേ ഐ തിങ്ക് സാധാരണ ജനങ്ങളെ അത് ബാധിക്കുന്ന പോലും ഇല്ല. നിങ്ങളൊരു ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ അത് ഏത് പ്രൈസ് റേഞ്ച് ആയിക്കോട്ടെ, ഈവൻ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ആയിക്കോട്ടെ, AI നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ എവിടെ വരുന്നത്? ഏറ്റവും താഴെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രയോറിറ്റി ലിസ്റ്റ് തന്നെ ഉണ്ടാവില്ല. ആൻഡ്രോയിഡ് കമ്പനികളായ സാംസങ്, വൺ പ്ലസ്, ഓപ്പോ, മോട്ടറോള, ഐ തിങ്ക് ഓൾ ദ ആൻഡ്രോയിഡ് കമ്പനീസ് അത്യാവശ്യം നല്ല രീതിയിൽ AI കാര്യങ്ങൾ, ഇവൻ ഗൂഗിൾ പിക്സലും ഈ പറയുന്ന ആൻഡ്രോയിഡ് കമ്പനികൾ ഇങ്ങനെ പാക്ക് ചെയ്ത് തരുകയാണ്. എന്നിട്ട് ആളുകൾ വാങ്ങുന്നത് ഐഫോണാണ്. അവിടെ നേരെ സിരി വർക്ക് ചെയ്ത് പോലും ഇല്ല. ചോദിച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും, അല്ലെങ്കിൽ നേരെ ലെറ്റ്സ് ഗോ ടു ChatGPT. പക്ഷേ ഇതൊന്നും സാധാരണ വാങ്ങിക്കാൻ വരുന്ന ഒരാൾ ബാധിക്കുന്നില്ല. ബാധിച്ചിരുന്നെങ്കിൽ iPhone 16 65 ലക്ഷം യൂണിറ്റ്സ് വിറ്റ് പോകുമോ? ആപ്പിളിന്റെ മാർക്കറ്റ് ഷെയർ കൂടി 10.4% ആകുമോ? ഒരിക്കലുമില്ല. പിന്നെ ഇപ്പോൾ വന്ന് EMI സ്കീം ആണെങ്കിലും EMI ഓഫേഴ്സ് ആണെങ്കിലും വളരെ ഈസിലി കിട്ടുന്നുണ്ട്. നല്ല അത്യാവശ്യം ഡിസ്കൗണ്ട് റേറ്റ്സിൽ കിട്ടുന്നത് കൊണ്ട് ആളുകൾ കുറച്ചും കൂടി പൈസ ആഡ് ചെയ്തിട്ട് വില കൂടിയ ഫോൺസ്, പ്രത്യേകിച്ചും ഐഫോൺസ് വാങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. സോ ആൻഡ്രോയിഡ് കമ്പനികൾ നല്ല കോമ്പറ്റീഷൻ കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ യുണീക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ, പ്രീമിയം സെഗ്മെന്റ് അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സെഗ്മെന്റിൽ ഇനി അങ്ങോട്ട് കൂടുതൽ ഐഫോൺസ് വിറ്റ് പോകത്തേ ഉള്ളൂ. സോ നിങ്ങളുടെ കയ്യിൽ 70,000, 80,000, 1 lakh rupees ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഫോണാണ് വാങ്ങിക്കാൻ പോകുന്നത്? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ കോഫി ടെക് സൈനിങ് ഓഫ്. ബൈ.